ഡിയർ സ്റ്റുഡൻസ്, ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമി ഒരുക്കുന്ന നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും പരീക്ഷയൊക്കെ എഴുതി ചിലരൊക്കെ എന്താണ് ഫുൾ സെറ്റിൽ എഴുതി 30 മാർക്ക് മേടിക്കുന്ന രീതിയിൽ എഴുതിയിട്ട് വന്നിരിക്കുകയാണ്. കുറേ പേർക്കൊക്കെ 1-2 ഡിസ്കഷൻ ഡൗട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. എന്തായാലും എല്ലാവരും ക്രിസ്മസ് എക്സാം അടിച്ച് പൊളിച്ച് എഴുതിയിട്ടുണ്ട്. കാര്യം എന്താണ്, നമ്മുടെ ക്രാഷ് ബാച്ചിൽ നമ്മൾ പിക്ക് ഔട്ട് ചെയ്ത് പറഞ്ഞിരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരു 99% ക്വസ്റ്റ്യൻസും പക്ക ഇത് ചോദിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എഴുതി വെക്കൂ എന്ന് റിപ്പീറ്റ് ചെയ്ത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ റിവിഷൻ ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ റിവിഷൻ്റെ ടൈമിൽ നമ്മുടെ MCQ കുറേ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് അതുപോലെ നമ്മുടെ PYQ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഇതിങ്ങനെ വർഷങ്ങളായി ചോദിക്കുകയാണ്. ഇതൊക്കെ ഉറപ്പാണ് എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് തന്നെ കുറേ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ട്, ചെറിയ ഒച്ചയുടെയൊക്കെ പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അടിച്ച് പൊളിച്ച് പരീക്ഷ എഴുതിയ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ എന്ത് ചെയ്യാം, അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതൊക്കെ ശരിയാണോ എന്ന് കൺഫേം ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ വന്ന ക്വസ്റ്റ്യൻസിൽ സുവോളജിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മൊത്തം നോക്കുമ്പോൾ ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ടഫായിട്ട് നിങ്ങളെ കൊണ്ട് ചോദിപ്പിച്ച അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ട് ചോദിച്ചാൽ ഒരു 2 ക്വസ്റ്റ്യൻ വെച്ചാൽ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ എന്താണ്, ജനറലി നമുക്ക് അറിയാവുന്ന ഒന്ന് വായിച്ച് പഠിച്ച് അവസാന ദിവസങ്ങളിൽ 1-2 ദിവസം എടുത്ത് റിവൈസ് ചെയ്ത ഒരാൾക്ക് പോലും അടിച്ച് പൊളിച്ച് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു സുവോളജിയുടെ കേസ് അല്ലേ. അപ്പം ബോട്ടണി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ 30 മാർക്കിൻ്റെ ഡിസ്കഷൻ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സെഷൻ ആയിരുന്നു സുവോളജിയിലുള്ളത്. നിങ്ങൾക്കറിയാം മൊത്തം ക്വസ്റ്റ്യൻ എത്ര ഉണ്ടായിരുന്നു, നമുക്കൊരു 20 ക്വസ്റ്റ്യനോളം ഉണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ പിക്കൗട്ടേക്ക് ഇതൊക്കെ എഴുതി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാവുന്നത് മീൻസ് എന്തെങ്കിലും പാടുള്ള ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ച് എഴുതാനുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫസ്റ്റ് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഫിഗർ ഷോസ് വൈറ്റ് വിങ്ഡ് മൗത്ത് ആൻഡ് ഡാർക്ക് വിങ്ഡ് മൗത്ത് ഓൺ എ ട്രീ ട്രങ്ക്. വിച്ച് എവല്യൂഷണറി തിയറി ഈസ് ഡെപിക്റ്റഡ് ബൈ ദിസ് പിക്ചർ. ക്വസ്റ്റ്യനൊക്കെ വളരെ വലുതാണ്, വിശാലമാണ്, എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയാണ്. പക്ഷേ ഈ പിക്ചർ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉത്തരം എത്തിക്കഴിഞ്ഞു അല്ലേ. നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഇതിൻ്റെ ആൻസർ എന്താണ് ഈ പിക്ചർ എന്താണ് കാണിക്കുന്നത്. ഗ്യാനിൻ്റെ MCQനകത്ത് പക്കാ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലേ. നമ്മളിത് ചോദിക്കും, ഇതിങ്ങനെ തന്നെ ചോദിക്കും. നമ്മൾ 2 മാർക്കിനൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ആ ലെവലിൽ പഠിച്ചിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻസ്. സ്ലൈഡ്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മളിവിടെ ഒറ്റ മാർക്കിനെ ചോദിച്ചോളൂ, എല്ലാവരും എഴുതി കാണും. എന്താണ് ആൻസർ? ഇൻഡസ്ട്രിയൽ മെലാനിസം അല്ലേ. നമ്മുടെ ആൻസർ എന്തായിരുന്നു? നമ്മുടെ ആൻസർ വന്നിട്ട് ഇൻഡസ്ട്രിയൽ മെലാനിസം ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടു, ക്വസ്റ്റ്യൻ ഈസി, അറിയാവുന്ന ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, ഫുൾ ഹാപ്പി അല്ലേ. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഇൻഡസ്ട്രിയൽ മെലാനിസം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് മാത്രം എഴുതിയാൽ മതി. നാച്ചുറൽ സെലക്ഷൻ എന്നൊന്നും എഴുതി വെക്കണം എന്നില്ല. ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് എഴുതിയാൽ മതി. എന്താണ് ഈ കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. എന്നാലൊന്ന് പറയാണ്, ഏർലി സ്റ്റേജസിൽ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ നടക്കുന്നതിന് മുന്നേ സ്റ്റേജിൽ നമ്മുടെ വൈറ്റ് ലൈക്കൻസ് ഉണ്ടായിരുന്നു അല്ലേ. അവർ ആൾറെഡി നല്ല വൈറ്റ് കളറിലിരുന്ന് വൈറ്റ് മോത്ത്സിനെ എന്ത് ചെയ്തു, നമ്മുടെ പെപ്പേർഡ് മോത്ത്സിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കൊണ്ടേയിരുന്നു. അവരെന്ത് ചെയ്തില്ല, അവരെങ്ങനെ പ്രേ പിടിച്ചൊന്നും അവർ എമൗണ്ട് കുറഞ്ഞില്ല. പകരം എന്ത് സംഭവിച്ചു, നമ്മുടെ ഡാർക്ക് കളേർഡ് മോത്തിന് എന്ത് പറ്റി, അവർ വന്നിട്ട് നമ്പർ കുറയാൻ തുടങ്ങി. കാരണം അവരെ പെട്ടെന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻസ് കുറേ നാൾ കഴിഞ്ഞ് പോപ്പുലേഷനൊക്കെ കൂടിക്കൊണ്ട് വന്നു. നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നു. ആ സമയത്ത് പൊല്യൂഷനൊക്കെ ഉണ്ടായി. എന്നിട്ട് എന്ത് സംഭവിച്ചു, പൊല്യൂഷൻ്റെ റീസൺ കാരണം നമ്മുടെ ലൈക്കൻസിൻ്റെ കളറൊക്കെ ചേഞ്ചായി. അവരെന്തായി കഴിഞ്ഞു, ഡാർക്ക് കളേർഡായി. അപ്പം നമ്മുടെ ഡാർക്ക് കളേർഡ് മോത്ത് അവിടെ എന്ത് ചെയ്തു, അഡാപ്റ്റ് ചെയ്തു. പിന്നെ ആരെ പിടിച്ചുകൊണ്ടുപോയി, നമ്മുടെ വൈറ്റ് കളേർഡ് മോത്തിനെ ക്യാപ്ചർ ചെയ്തു. നമ്മുടെ ഇൻഡസ്ട്രിയൽ മെലാനിസം. ഒന്നും ചോദിച്ചില്ല, കഥയൊന്നും ചോദിച്ചില്ല. എന്താണ് ആ പോയിന്റ്, ആ പേര് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ആള് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ദ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് സ്കീം ഫോർ DNA replication വാസ് പ്രൊപ്പോസ്ഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക്. ഹൂ ഗേവ് ആൻ എക്സ്പെരിമെന്റൽ പ്രൂഫ് ഫോർ ദിസ് സ്കീം ഓഫ് റെപ്ലിക്കേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടിപ്പാണല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു തവണ ക്വസ്റ്റ്യൻ വായിച്ച് തീർന്നു, എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു തവണ കൂടെ വായിക്കണം. എന്താണ് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കണമെന്ന് ചിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഒന്നുകൂടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ചിലരൊക്കെ എന്ത് ചെയ്യും, വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് കാണുമ്പോൾ നമുക്ക് കുറേ സയൻറ്റിസ്റ്റുകളുടെ പേരറിയാം. ആരെങ്കിലും പേരെഴുതി വെക്കും, ശരിയാവോ? ഇല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൈഡ്ലി അക്സെപ്റ്റഡ് സ്കീം ഫോർ DNA റെപ്ലിക്കേഷൻ ആരാ കൊണ്ടുവന്നത്, വാട്സണും ക്രിക്കുമാണ്. അതുപോലെ ആരാണ് വൈഡ്ലി പ്രൂവ് ചെയ്ത സ്കീം ഓഫ് റെപ്ലിക്കേഷൻ കൊണ്ടുവന്നത്, സെമി കൺസർവേറ്റീവ് ആണെന്നൊക്കെ പറയുന്ന നമ്മുടെ തിയറി ആരാണ് കൊണ്ടുവന്നത്? ഉത്തരം
പോരട്ടെ? ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളെ പടമൊക്കെ വരച്ച് നന്നായിട്ട് ക്രാഷ് ബാച്ചിൽ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അത്? നമ്മുടെ മീസൽസൺ ആൻഡ് സ്റ്റോൾ ആണല്ലേ, നമ്മുടെ മാത്യു മീസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ. അപ്പോൾ ഇത്രയും ഒന്നും എഴുതണ്ട, നിങ്ങൾ ജസ്റ്റ് മീസൽസൺ ആൻഡ് സ്റ്റോൾ എന്ന് എഴുതിയാലും മതി. ഉത്തരം എന്തെന്ന് എഴുതിയാൽ മതി? മീസൽസൺ ആൻഡ് സ്റ്റോൾ. ഓക്കെ, ഈ മാത്യു മീസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ എന്നൊക്കെ നമ്മൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. പക്ഷേ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്. മീസൽസൺ ആൻഡ് സ്റ്റോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലേ, നമുക്ക് അറിയാവുന്നതാണ്. ആരും ടെൻഷൻ അടിക്കാതെ എഴുതിയ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏതാണ്? ചൂസ് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് നോക്കണം? 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. അപ്പോൾ 1 മാർക്കിൽ ചൂസ് ദ ഓഡ് വൺ, ഇതിനെന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ചൂസ് ദ ഓഡ് വണ്ണിന് എന്താണ്? 1 മാർക്കാണോ? അല്ല, 1/2 മാർക്കാണ്. ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ, അതിനാണ് എന്ത് വരുന്നത്? അടുത്ത 1/2 മാർക്ക് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ടേർണർ സിൻഡ്രം, ഹിമോഫീലിയ, ഡൗൺ സിൻഡ്രം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രം. ഈ 4 ഡിസീസ് തന്നിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നുള്ളത് ഓഡ് ഔട്ട് കണ്ടുപിടിക്കാൻ വേണം. നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണം. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ജസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾക്ക് പെട്ടെന്ന് ഏതാ കിട്ടുന്നത്? ഒറ്റയടിക്ക് കണ്ണുമൂട്ടി പറയാം, നമ്മുടെ ഹിമോഫീലിയ അല്ലേ. എന്തുകൊണ്ടാണ് ഹിമോഫീലിയ നമ്മുടെ ആൻസർ ആവുന്നത്? ഈ ടർണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്താണ്? നമ്മുടെ ക്രോമസോമൽ ഡിസീസസ് ആണ്. ക്രോമസോമൽ ഡിസീസസ് ആണ്. നമ്മുടെ ഹിമോഫീലിയ എന്താണ്? നമ്മൾ മെൻഡലിയൻ പ്രിൻസിപ്പിൾസിനകത്ത് പഠിച്ചു. നമ്മുടെ എവിടെ വരുന്നതാണ്? ജനറ്റിക് ഡിസോർഡറിൽ വരുന്നതാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഹിമോഫീലിയ ആണ്. അപ്പം നമുക്ക് 1/2 മാർക്ക് കിട്ടി ഹിമോഫീലിയ എന്ന് കണ്ടുപിടിക്കുമ്പോൾ. ആൻസറായിട്ട് നമ്മൾ എന്തും കൂടെ എഴുതുന്നു, അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. നമ്മളത് എവിടെ പഠിക്കുന്നു? നമ്മുടെ മെൻഡലിയൻ ഡിസീസസിനകത്ത് പഠിച്ചതാണ്. മറ്റത് 3 എന്താണ്? ക്രോമസോമൽ. ദ അതർ 3 ആർ ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു സെന്റൻസ് ആക്കി എഴുതിയാൽ മാത്രം മതി. ഒന്നും എഴുതില്ലെങ്കിൽ ഹിമോഫീലിയ ഈസ് എ ജനറ്റിക് ഡിസോർഡർ, ദ അതർ 3 ആർ നോട്ട് എന്ന് എഴുതിയാലും മതി. അറ്റ്ലീസ്റ്റ് ഹിമോഫീലിയയും എഴുതുക, ബാക്കി പോയിന്റും ആഡ് ചെയ്ത് എഴുതുക. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇത് എഴുതിയിട്ടുണ്ടായിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ടഫ് വരുന്ന ഏരിയ ഉണ്ടായിരുന്നു അല്ലേ? ചെറിയ ടഫൊക്കെ വരും. ചിലർക്ക് എന്ത് പറ്റും? ഉത്തരം അയ്യോ ഇത് തന്നെ ആണോ എന്നൊക്കെ ഡൗട്ട് തോന്നുന്ന തരം ഉണ്ടാവും. നമുക്ക് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ: നൈം ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് F1 ജനറേഷൻ ഷോസ് എ ക്യാരക്ടർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ 2 പാരൻസ്. ക്വസ്റ്റ്യൻ എന്താണ്? നൈം ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ നമ്മൾ ഇത് കേട്ട് വരുമ്പോൾ F1 ജനറേഷൻ കിട്ടി നമുക്ക്. അത് കഴിഞ്ഞ് ആര് വന്നു? ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ 2 പാരൻസ്. 2 പാരൻസിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഏതാ നോക്കിയത്? ആലോചിച്ച് നോക്കിയേ. നമ്മുടെ റോസ് പ്ലാന്റ് അല്ലേ? റോസ് പ്ലാന്റ് എന്ത് കളറിലിരിക്കുന്നു? നല്ല റെഡ് കളറിലിരിക്കുന്നു റോസ് പ്ലാന്റും നല്ല വൈറ്റ് കളറിലിരിക്കുന്ന ഒരു റോസ് പ്ലാന്റ് കൂടെ നമ്മൾ ബ്രീഡ് ചെയ്ത് എന്തുണ്ടായി? ഒരു F1 ജനറേഷൻ ഉണ്ടായി. ഹെറ്ററോസൈഗസ് അല്ലിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? റെഡും വൈറ്റും കൂടെ ചേർന്ന് ജനറേഷൻ എന്ത് കൊടുത്തു? പിങ്ക് കളർ ഫ്ലവേഴ്സ് കൊടുത്തു. പക്ഷെ അതെന്താണ്? അതൊരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അല്ലേ? സോറി, കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയോ നമുക്ക്? ഇല്ല. പകരം എന്താണ് കിട്ടിയത്? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയില്ല. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഡോമിനൻ്റ് അല്ലീലിനെ കിട്ടിയോ? ഇല്ല. അപ്പോൾ ആൻസർ ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് F1 ജനറേഷൻ ഷോസ് എ ക്യാരക്ടർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ 2 പാരൻസ്. 2 പാരന്റിൻ്റെയും ഇടയ്ക്ക് വന്നു. എന്തായിരുന്നു ആൻസർ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തായിരുന്നു നമ്മുടെ കോഡ്? ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ 2 പാരൻസ് എന്ന് പറയുന്നത് തന്നെയാണ് കോഡ്. ഇന്റർമീഡിയറ്റ്, രണ്ടിനും ഇടയ്ക്ക്. ആൻസർ എന്തായിരുന്നു? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എഴുതിയില്ല എല്ലാവരും? എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്തു? ഗ്യാനിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനകത്ത് നമ്മുടെ PYQയിലും MCQയിലും എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ ബാക്ടീരിയ 3 മേജർ ടൈപ്പ് ഓഫ് RNAs ആർ നീഡഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. റൈറ്റ്? ലിസ്റ്റ് എനി 2 ഓഫ് ദം. ഒന്നുമില്ല, കഥയൊക്കെ അങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് മാത്രം എഴുതിയാൽ മതി? നമുക്ക് 3 RNAസിനെ അറിയാം. ആരൊക്കെയാണ്? സിംപ്ലി നമുക്കറിയാവുന്ന ആരൊക്കെയാണ്? നമുക്കറിയാവുന്ന RNAs: ഫസ്റ്റ് വൺ നമുക്ക് mRNA അറിയാം, 2 rRNA അറിയാം, അറിഞ്ഞൂടെ? tRNA അറിയാം. എക്സാമിന് എഴുതുമ്പോൾ ഇതിനെ അവർ ചോദിച്ചത് ലിസ്റ്റ് എനി 2 ഓഫ് ദം. ആരെങ്കിലും 2 പേരെ എഴുതുക. ആരെങ്കിലും ഒന്ന് mRNA അല്ലെങ്കിൽ rRNA അല്ലെങ്കിൽ tRNA ഏതെങ്കിലും ചേർത്ത് എഴുതുക. പിന്നെ എക്സാമിന് എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ചെറിയ കുഞ്ഞ് അബ്രിവേഷൻസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ബെറ്റർ ആയിരിക്കും. എമ്മിന് നമ്മൾ മെസ്സഞ്ചർ RNA എന്നും ആറിന് റൈബോസോമൽ RNA എന്നും ടിക്ക് ട്രാൻസ്ഫർ RNA എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ എല്ലാവരും ഈസി ആയിട്ട് വിട്ടുവിട്ട് പോയതാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ?
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിത് നമ്മൾ പഠിപ്പിച്ചു എന്നൊന്നും എങ്ങും ആഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്, ഒരു 10-15 തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഇതെന്താണ്, പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന, എക്സാമിന് എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എല്ലാവരും എഴുതി കാണും. ഇതെന്താ ഈ സംഭവം, ക്വസ്റ്റ്യൻ എന്താണ് ഈ തന്നിരിക്കുന്നത്. വാട്ട് ഡസ് ദിസ് ഡയഗ്രാം റെപ്രസെൻറ്റ്? സിംപ്ലി എന്താണ്, ഇറ്റ് ഇസ് എ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. അത് തന്നെയാണ് അല്ലേ. അപ്പോൾ ആൻസർ എ എന്താണ്, ആൻസർ എ എന്ന് പറയുന്നത് സെൻട്രൽ ഡോഗ്മ. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്ന് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, സെൻട്രൽ ഡോഗ്മ എന്ന് എഴുതാം. രണ്ടിനും നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കുക, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചാണ് എപ്പോഴും പരീക്ഷ എഴുതേണ്ടത്. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പം സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്ന് എഴുതുമ്പോൾ നമുക്കൊരു ഫുൾ വന്നല്ലേ, അങ്ങനെ എഴുതാൻ ശീലിക്കുക. ദെൻ വരുന്നത് നെയിം ദ പ്രോസസ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അരയായി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. എ എന്താണെന്ന് എഴുതണം, ബി എന്താണെന്ന് എഴുതണം. നമുക്ക് ഈ പ്രോസസ്സ് മൊത്തം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡി എൻ എ ഉണ്ടാകുന്നത് ഡി എൻ എ റെപ്ലിക്കേഷൻ. ഡി എൻ എന് mRNA അഥവാ RNA ഉണ്ടാകുന്ന പ്രോസസ്സ് എ എന്താണ്, അത് ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ പഠിച്ചു, ഡീറ്റെയിൽ ചെയ്ത് പഠിച്ചതാണ് ട്രാൻസ്ക്രിപ്ഷൻ. അടുത്തത് മൂന്നാമത് mRNA പ്രോട്ടീൻ ഉണ്ടാകുന്നു. ആ പ്രോസസ്സ് എന്താണ്, അത് ട്രാൻസ്ലേഷൻ. ഓക്കെ ആണോ. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സുഖമായിട്ട് എഴുതിയിട്ടുണ്ടാവും, ആരും തെറ്റിച്ചിട്ടുണ്ടാവില്ല. 2 മാർക്ക് ഷുവറാണ് ആ സെഷനിൽ നിന്ന്. അടുത്തത് ക്വസ്റ്റ്യൻ കണ്ട് തന്നെ ആൻസർ എഴുതാൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആരും മിസ് ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാവരും ഇത് തന്നെ എഴുതിയിട്ടുണ്ടാവും. ഡിസീസ് തന്നിട്ടുണ്ട് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ടെസ്റ്റ് എന്താണ് എല്ലാവർക്കും അറിയാം അല്ലേ. ഏതാണത്, എലൈസ. നമ്മുടെ എ എന്താ വരിക, എ വരുന്നത് ഇവിടെ എ വരുന്നത് എലൈസ. ഓക്കെ. ഇനി ബി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇൻ കേസ് പഠിച്ചുകൊണ്ട് പോയില്ല, വിട്ടുപോയി, അങ്ങനെയുള്ള ഒരാൾക്ക്, ജനറൽ കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ബി എഴുതാം. ടെസ്റ്റ് എന്താ, വൈറൽ ടെസ്റ്റ്, ഭാഗ്യം, അത് തന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് തെറ്റില്ല. സാൽമണല ടിഫിയാണ് കോസിറ്റീവ് ഓർഗാനിസം. ഉറപ്പായും നമ്മൾ സാൽമണല ടിഫി പരത്തുന്ന രോഗം അല്ലെങ്കിൽ ഇതാണ് എന്ന് എടുത്ത് കോളം വരച്ചതിനെ പഠിച്ചിരുന്നു. ഇൻ കേസ് നമ്മൾ പഠിച്ചില്ല, പോയി. സാൽമണല ടിഫി, ആ ടിഫിയോട് കൂടി നമുക്ക് അറിയുന്ന ഡിസീസ് ഉണ്ട്. അതേതാണ്, നമ്മുടെ ടൈഫോയിഡ് അല്ലേ. സുഖമായിട്ട് എഴുതാൻ പറ്റും, ടൈഫോയിഡ്. അപ്പോൾ എയും ബിയും കിട്ടിയില്ലേ. എ എന്താണ്, എലൈസയാണ്. രണ്ടാമത്തെ ബി എന്താണ്, ടൈഫോയിഡ് ആണ്. അടുത്തത് നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ, പെഡിഗ്രി അനാലിസിസ് യൂസ്ഡ് ടു സ്റ്റഡി ഹ്യൂമൻ ജെനറ്റിക്സ്. ഹിയർ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിംബൽസ്. ഐഡന്റിഫൈ ദ ഫോളോയിങ് സിംബൽസ്. അപ്പോൾ നമ്മുടെ പെഡിഗ്രി എന്ന് ചോദിച്ച സെഷനാണത് അല്ലേ. പെഡിഗ്രിയിൽ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മുടെ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് മെയിലാണ്. നമുക്ക് ഓരോ പെഡിഗ്രിക്ക് കുറേ സിമ്പിൾസ് ഉണ്ട്, മെയിലാണ്, ഫീമെയിലാണ്. അപ്പം ഓരോന്നിനും ഓരോ സിമ്പിൾസ് വന്നിട്ട് അതിൻ്റെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്കൊരു ചാർട്ട് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് എപ്പോഴും എന്താ ഓർക്കുക, നമ്മുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഇത് നമ്മുടെ മെയിലാണ്. സർക്കിൾ എന്ന് പറയുന്നത് ഫീമെയിലാണ്. ഓക്കെ. അത് തന്നെ ഷെയ്ഡഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരാരായി മാറി, എന്തോ പ്രശ്നമുള്ളവരാണ്, ദേ ആർ ഇൻഫെക്റ്റഡ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് മെയ്റ്റിംഗ് ആണ്. ഇത് എന്ന് വെച്ചാൽ മെയിലിനെയും ഫീമെയിലിനെയും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ, ഹൊറിസോണ്ടൽ ഓൺലൈൻ ഉണ്ടെങ്കിൽ അതെന്താണ്, മെയ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൻസർ എന്തെന്ന് എഴുതാം, മെയ്റ്റിംഗ് എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ഒരു വരെയാണോ ഉള്ളത്, അല്ല, 2 വര. കൺസാൻജിനസ് മെയ്റ്റിംഗ് ആണ്. അങ്ങനെ എഴുതുന്നില്ലെങ്കിൽ എന്തെഴുതുക, റിലേറ്റീവ് മെയ്റ്റിംഗ്, അതായത് മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. ഒന്നുകിൽ റിലേറ്റീവ്സ് തമ്മിലുള്ള മെയ്റ്റിംഗ് എന്നോ മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് എന്നോ എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. കൺസാൻജീനിയസ് മെയ്റ്റിംഗ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ. ദെൻ രണ്ടാമത്തത് ബി ആണ്, 2 അല്ല, ബി ആണ്. ബി തന്നിരിക്കുന്നത് ഒരു ഫീമെയിലിനെ തന്നിട്ട് അതിൽ വരച്ചിട്ടേക്കുക ഷെയ്ഡാ. അതെന്താ, വുമൺ ആണ്, ഫീമെയിൽ ആണ്. നമ്മൾ എന്തെന്ന് എഴുതണം, പക്ഷേ വെറുതെ ഫീമെയിൽ എന്ന് എഴുതിയാൽ തെറ്റി, അവർക്ക് മാർക്ക് കിട്ടില്ല. ഇൻഫെക്റ്റഡ് ഫീമെയിൽ, അഫക്റ്റഡ് ഫീമെയിൽ, ഇങ്ങനെ എന്തെങ്കിലും എഴുതണം. ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ അഫക്റ്റഡ് ഫീമെയിൽ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അഫക്റ്റഡ് ഫീമെയിൽ എന്ന് എഴുതുക. ഓക്കെ ആണോ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലർക്കൊക്കെ എന്ത് ചെയ്ത് കാണത്തില്ല, കിട്ടി കാണത്തില്ല. ഒരു 2 മാർക്കാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിന് 1 മാർക്ക്, ഇതിന് 1 മാർക്ക്. എഴുതിയവർക്കാണെങ്കിൽ ഓക്കെ, അത് ഓർമ്മയുണ്ട്, എഴുതിയവർക്ക് ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ചിലർക്കൊക്കെ എന്ത് വെച്ച് കാണും, അയ്യോ ഇതിങ്ങനെ ചോദിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് പെട്ടെന്ന് വന്നിട്ടുണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. നമ്മളിപ്പോൾ 8 ആണ് ചെക്ക് ചെയ്തത്. 9th ക്വസ്റ്റ്യൻ,
മാച്ച് ദ ഫോളോയിങ്. നമ്മുടെ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു പരീക്ഷയ്ക്ക് തലങ്ങും വിലങ്ങും ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ഏരിയാസ് ആണ് അല്ലേ. ഉറപ്പിച്ച് പറഞ്ഞു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ വരച്ച് വെക്കുക, എഴുതി വെക്കുക, ഓർത്ത് വെക്കുക അല്ലേ. നമുക്ക് നോക്കാം ഏതാണ് ആ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ലേഡിക് സെൽസ്, സിമ്പിൾ, നമുക്ക് ആദ്യമേ എഴുതാം. ഏതാണ് ആൻസർ? നമ്മുടെ ആൻഡ്രജൻ ആണ് അല്ലേ. ലേഡിക് സെൽസ് എന്താണ്? ആൻഡ്രജൻ ആണ്. ദെൻ കോർപ്പസ് ലൂട്ടിയം, കോർപ്പസ് ലൂട്ടിയം എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ, നമ്മുടെ പ്രൊജസ്ട്രോൺ ആണല്ലേ. ദെൻ വരുന്നത് അക്രോസോം, സ്പേമിൻ്റെ സ്ട്രക്ചർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ഹെഡിൽ അക്രോസോം ഉണ്ട്, അവിടെ ഒരു എൻസൈം ഉണ്ട്. അതാണ് നമ്മുടെ സോണ ബെല്യൂസിഡെ എന്ത് ചെയ്യുന്നത്, അവിടെ പോയിട്ട് ഇഞ്ചെക്ട് ചെയ്ത് അകത്തേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതെന്താണ്? ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. ഇനി ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്, രണ്ട് ഓപ്ഷൻ കിടപ്പുണ്ട്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പാർച്ചറിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ്, ഒരു കോൺട്രാക്ഷനൊക്കെ വന്നു, നമ്മുടെ മസിൽസൊക്കെ ഒന്ന് കോൺട്രാക്ട് ചെയ്ത് അവസാനം എന്തിൻ്റെ ഫ്ലക്സ് ഉണ്ടാവുന്നു അവിടെ? നമ്മുടെ ഓക്സിറ്റോക്സിൻ അല്ലേ. ഓക്സിറ്റോക്സിൻ്റെ ഭയങ്കരമായ ഫ്ലക്സ് ഉണ്ടാവുന്നു. അപ്പോൾ ആൻസർ എല്ലാവരും എഴുതുക. ലേഡിക് സെൽസ് ആൻഡ്രോജൻ, കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ, അക്രോസോം ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഓക്സിറ്റോസിൻ. ഓക്കെ അല്ലേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. Prevention is better than cure. Can you suggest 2 preventive measures to avoid STIs? What is STI? അപ്പോൾ ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു അവോയ്ഡ് STI. എങ്ങനെ നമുക്ക് STI അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓപ്ഷൻ 2 മെത്തേഡാണ്. ക്യാൻ യു സജസ്റ്റ് 2 പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പം എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഫസ്റ്റ് പോയിന്റ് അവോയ്ഡ്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് അല്ലേ. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം, STIനെ പ്രിവെൻറ്റ് ചെയ്യാൻ. പിന്നെ എന്ത് ചെയ്യാം? യൂസ് കോണ്ടംസ്. ഈ 2 പോയിന്റ് എഴുതിയാൽ മതി. ഏതൊക്കെയാണ്? അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ഇനി എന്തായിരുന്നു രണ്ടാമത്തെ പോയിന്റ്? യൂസ് കോണ്ടംസ് ഡ്യൂറിങ് മേറ്റിംഗ് എന്നോ ഡ്യൂറിങ്, നമുക്ക് അങ്ങനെ എഴുതിയില്ലെങ്കിൽ ജസ്റ്റ് യൂസ് കോണ്ടംസ് എന്ന് എഴുതിയാലും മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരാ വെച്ച് 1 മാർക്ക് കിട്ടും. പക്ഷേ 2 പോയിന്റും എഴുതണം. അടുത്തത് എന്താണ്? ബി ആണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് STI? ഇപ്പം ശ്രദ്ധിക്കാതെ ചിലർ 1-2 പേരൊക്കെ പറയുന്നുണ്ട് STI എന്ന് കണ്ടപ്പോൾ എന്ത് പറ്റി മിസ്സേ, ഡി എന്ന് എഴുതി ഡിസീസ് എന്ന് എഴുതി വെച്ചു, മാർക്ക് കിട്ടുമോ? ഇല്ല. STI എന്ന് വെച്ചാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഓക്കെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നാണ്. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. കുറച്ച് പേർക്ക് അവിടെ ഒരു ഡി കയറി മനസ്സിൽ വരും പെട്ടെന്ന്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്നുള്ള ഡി വന്ന് പോകരുത്, ഇൻഫെക്ഷൻസ് ആണ്. ഓക്കെ, അടുത്ത 11th ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ഫോളോയിങ്. MTP ഉണ്ട്, ICSI ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ആർട്ട് ഉണ്ട്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. അങ്ങനെ കേൾക്കുമ്പോൾ ഇതൊക്കെ പഠിക്കണോ എന്ന് തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞു എന്താണ്, ഫുൾ ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. എവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓരോന്ന് പഠിക്കുമ്പോഴും ആ കഥയൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ തന്നെ അത് ആലോചിച്ച് ഫെലോപ്പിയൻ ട്യൂബിലാണോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക യൂട്രസിനൊക്കെ അകത്തേക്കാണോ, എവിടെയാണ് നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യുന്നത്, IUD പറഞ്ഞപ്പോഴത്തേക്കൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ പഠിച്ചു വെച്ച് കണക്ട് ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെഷൻസിൽ നിന്ന് ഓർത്തിരിക്കാം. പക്ഷേ ഇത്തവണ ചോദിച്ചത് എന്താണ്? എക്സ്പാൻഷനാണ് ചോദിച്ചത്. സിമ്പിളായിട്ട് നമുക്ക് ദൈവം സഹായിച്ച് അതിനകത്തൊന്നും കയറി ചോദിക്കേണ്ടി വന്നില്ല. എക്സ്പാൻഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് വൺ MTP ചോദിച്ചു. നെക്സ്റ്റ് ചോദിച്ചത് നമ്മുടെ ICSI ചോദിച്ചു, സ്വിഫ്റ്റ് ചോദിച്ചു, ആർട്ട് ചോദിച്ചു. 4 നമുക്ക് നോക്കാം. MTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് അബോർഷൻ അല്ലേ. അതിനെന്താ പറയാം? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് pregnancy, MTP. Then ICSI, intracytoplasmic sperm introduction. Then SIFT, zygote intrafallopian transfer. ആർട്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. നമുക്ക് അറിയാവുന്ന ആ ഒരു 4 സെഷനും തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് വരുന്നു. എന്തൊക്കെയാണ്? MTPക്ക് നിങ്ങൾ എന്താ എഴുതിയിട്ടുണ്ടാവുക? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇതെല്ലാവർക്കും കിട്ടിക്കാണ്. ഇപ്പോൾ വേറെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാത്ത ഒരാൾ ഇതാണ് എഴുതണമെങ്കിൽ അര മാർക്ക് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് 4 മാർക്ക് ഇവിടെ വരുന്നത്. എന്തെഴുതി? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ICSI ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ഇതൊക്കെ തന്നെയാണോ എഴുതിയത് നിങ്ങൾ? നമ്മൾ സെക്ഷനിൽ എടുത്ത് പറഞ്ഞ 4 ടെക്നിക്കായിരുന്നു. നമ്മുടെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനും അങ്ങനത്തെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ക്വസ്റ്റ്യൻസ് നല്ല പറഞ്ഞ എക്സ്പാൻഷൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ എന്ത് ചെയ്ത് കാണും? എല്ലാവരും നമ്മുടെ ക്രാഷ് ബാച്ച് കണ്ട് നന്നായിട്ട് പഠിച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ. ഈ ഫിഗർ കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഫിഗർ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ഫിഗർ കാണിച്ചപ്പോൾ പറഞ്ഞു ഉറപ്പാണല്ലേ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതുപോലെ തന്നെയായിരുന്നു
ഇത് രണ്ടും എന്താണ്, എന്തെങ്കിലും ABCD ഒക്കെ തന്നിട്ട് ചോദിക്കും എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. നേരെ ക്വസ്റ്റിലേക്ക് പോവാം. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫോട്ടോ ഇതാ തന്നേക്കുവാ. നെയിം ദ പാർട്സ് ലേബിൾഡ് ആസ് A, B and C. ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ പാർട്സ് ലേബിൾഡ് ആസ് A, B and C. A എന്താണ്? നമുക്കറിയാം, സിംപ്ലി നമുക്കറിയാവുന്നതാണ്. ഒന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇസ്തുമസ്. എല്ലാവരും എഴുതി കാണും. ഇനി B എന്താണ്? ഇൻഫണ്ടിബുലം. C എന്താണ്? ഓവറി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡസ് ഫെർട്ടിലൈസേഷൻ ഒക്കർ? എവിടെയാണ്? കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇസ്തുമസിന്റെ ഈ ഇടയ്ക്കുള്ള പോർഷൻ. ഇത് ഏതാണ്? ഈ പോർഷനിലാണ് സംഭവിക്കുന്നത്. അതെന്താണ്? ആൻസർ വന്നിട്ട് ആംബുലറി ഇസ്തുമസ് ജംഗ്ഷൻ എന്നാണ്. ജസ്റ്റ് ആംബുല എന്ന് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റിലെല്ലാം ആംബുലയാണുള്ളത് അല്ലേ? ഇനി ആംബുലറി ഇസ്തുമസ് ജംഗ്ഷൻ. അപ്പോൾ ആംബുല എന്ന് എഴുതിയവർക്കും കിട്ടും, ആംബുലറി ഇസ്തുമസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞവർക്ക് എഴുതിയവർക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും വൃത്തിയായിട്ട് ഈ ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഷുവറാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In eukaryotes, RNA polymerase II transcribes precursor of mRNA called the hnRNA. Okay, what is the full form of hnRNA? ക്വസ്റ്റ്യൻ നമുക്ക് തന്നപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആരുണ്ടായി? നമ്മുടെ mRNA ഉണ്ടായി. mRNA ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ ആരെ വന്നു? നമ്മുടെ hnRNA വന്നു. hnRNA എന്തൊക്കെയോ ചെയ്താണ് കറക്റ്റായിട്ടൊരു mRNA ട്രാൻസ്ക്രിപ്റ്റിൽ നിന്ന് കറക്റ്റായിട്ടൊരു RNA ഉണ്ടായി വന്നതല്ലേ? അപ്പോൾ എന്താ അവിടെ എന്തൊക്കെ പ്രോസസ്സാണ് നമ്മളവിടെ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ ചോദിച്ചിരിക്കുന്നത് hnRNAയുടെ ഫുൾ ഫോം ആണ് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA അല്ലേ? നമ്മുടെ ആൻസർ എന്താണ്? ഹെറ്ററോജീനിയസ് ന്യൂക്ലിയർ RNA. അടുത്ത നമ്മുടെ പ്രോസസ്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. 2 additional processes occur in hnRNA before it becomes mRNA. mRNA ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ അതിൽ ചെയ്തു കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു? ഗ്വാനിൻ ക്യാപ്പ് കൊടുത്തു. നമ്മൾ എൻഡിൽ എന്ത് കൊടുത്തു? ഒരു ടെയിലിംഗ് കൊടുത്തു, പോളി അഡിനിൽ ടെയിലിംഗ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് പ്രിക്കേഴ്സസ് 2 additional പ്രോസസ്സ് ആണ്. നമുക്ക് എന്തൊക്കെ എഴുതാം? സ്പ്ലൈസിങ് എഴുതാം, ക്യാപ്പിംഗ് എഴുതാം, ടെയിലിംഗ് എഴുതാം. ഏതെങ്കിലുമൊക്കെ എഴുതിയവരുണ്ടോ? രണ്ടെണ്ണം എന്തായാലും എഴുതിയിട്ടുണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA എന്നും സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ്. ഓക്കെ, ഇതായത് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. ഇവല്യൂഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് വല്ല ഫിഗറൊക്കെ തന്നിട്ട് ചോദിക്കുമെന്ന് ചോദിച്ചു. അവരങ്ങ് എടുത്ത് എക്സാമ്പിൾ ഉൾപ്പെടെ ചോദിക്കാൻ പറഞ്ഞു. ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും അല്ലേ? സിമ്പിളായിരുന്നു. എന്താണ് ഹോമലോഗസ് ഓർഗൻസ് എന്ന് വെച്ചാൽ സെയിം എന്തായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്? സിമിലർ സ്ട്രക്ചർ ആയിരിക്കും അവർക്ക്. പക്ഷേ ഒറിജിനലി സിമിലർ ആയിരിക്കും, പക്ഷേ അതിൻ്റെ എന്തായിരിക്കും? ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. സിമിലർ സ്ട്രക്ചർ, ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. ദെൻ വരുന്ന അതിനൊരു എക്സാമ്പിൾ എഴുതണം. എന്താണ് ഹോമലോസ് അനലോഗസ് ഓർഗൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നൊരു എക്സാമ്പിൾ കൊടുക്കണം. നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഹാൻഡും വെയിൽസിൻ്റെ ഫ്ലിപ്പേഴ്സും ബാറ്റ്സിൻ്റെ വിങ്ങും ചീറ്റയുടെ ഫൂട്ടും ഓർമ്മയില്ലേ? ഫിഗർ വരെ കറക്റ്റായിട്ട് ആ ഓർഡറിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ തോൺസ് ഓഫ് ബൊഗൈൻവില്ല അല്ലെങ്കിൽ ടെൻഡിൽസ് ഓഫ് കുക്കുർബിറ്റ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതുക. ജസ്റ്റ് അതിൻ്റെ സിമിലർ സ്ട്രക്ചർ ആണെന്നും ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആണെന്നും എഴുതിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ എഴുതിയെന്ന്? കറക്റ്റാണോ നിങ്ങൾ എഴുതിയത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ദെൻ അനലോഗസ് ഓർഗൻ. അപ്പോൾ എന്താ? നേരെ ഓപ്പോസിറ്റ് എഴുതി വെച്ചാൽ മതി അല്ലേ? സിമിലർ ഫംഗ്ഷൻ ടു ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. അപ്പോൾ അതിന് എക്സാമ്പിൾ വരുന്ന ഏതാണ്? നമ്മുടെ വിങ്സ് ഓഫ് ഇൻസെക്റ്റും വിങ്സ് ഓഫ് ബേർഡ്സും. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ. എക്സാമ്പിൾ ചോദിക്കുമ്പോൾ 2, 3 എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതിക്കോട്ടെ, ശരിയായിരിക്കണം, തെറ്റി പോകരുത്. എഴുതണം പക്കയായിട്ട് ഒരെണ്ണം ആൻസർ എഴുതുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. അപ്പോൾ ആദ്യം എന്ത് തന്നിട്ടുണ്ട്? 2 കണക്ഷൻസ് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ബാക്കി ഫിൽ ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ മെയിൽസിൽ എന്താണ്? വാസക്ടമി ആണ്. ഫീമെയിലിൽ അപ്പോൾ എന്താണ്? ഒന്ന് പറഞ്ഞു നോക്കിയാൽ എന്താണ്? ട്യൂബെക്ടമി അല്ലേ? നമ്മുടെ ആൻസർ ട്യൂബെക്ടമി ആണ്. കോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ്. വാട്ട് ഈസ് സഹേലി? സഹേലി എന്താണ്? ഇതൊരു ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ് അല്ലേ?
നമ്മുടെ ലക്നൌവിലുള്ള ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുത്ത എല്ലാവരും യൂസ് ചെയ്യുന്ന വീക്ക്ലി വൺസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിറോയിഡൽ പ്രശ്നമില്ലാത്ത നമ്മുടെ സഹേലി ചോദിക്കും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞ ക്വസ്റ്റൻ അല്ലേ. പേര് ചോദിക്കാം, ഉണ്ടാക്കിയത് എവിടെയെന്ന് ചോദിക്കാം, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചോദിക്കാം, എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം. ക്വസ്റ്റൻ ചോദിച്ചേ ഓറൽ കോൺട്രാസെപ്റ്റീവ്. ഇൻഡിവിജ്വലി ഓരോന്നിനും ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയത്തത് ആൾറെഡി ഇത് ചോദിച്ച സെഷൻസ് ആണ്, നമ്മൾ നന്നായിട്ട് പഠിച്ച സെഷൻസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും സെഷൻസിൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സമയത്തും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് പിക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഇത് ചോദിക്കും എന്ന് പറയുമെങ്കിൽ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. നമുക്കിപ്പോൾ ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഈ 20 ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കണമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുകയാണ് ഇത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 50 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക. അതിൽ നിന്നൊരു 20 ക്വസ്റ്റ്യൻസ്, ഒരു 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം. നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നേരത്തെ ഒരു പെഡിഗ്രിയുടെ കാര്യം പറഞ്ഞു. ദെൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റെപ്പാണ് പഠിച്ചു പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇതാണോ ഇനി അതായിരിക്കുമോ എന്നൊക്കെ ഡൗട്ട് വരും. അത് വരാതിരിക്കണം. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ടു സോൾവ് എ ഡിസ്പ്യൂട്ട് ഓഫ് പാരന്റേജ് ദ കോർട്ട് പുട്ട് ആൻ ഓർഡർ ടു കണ്ടക്ട് എ ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ദ ബയോളജിക്കൽ ഫാദർ ഓഫ് ദ ചൈൽഡ്. സ്റ്റെപ്സ് ഓഫ് ദാറ്റ് ടെസ്റ്റ് ഈസ് ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ സ്റ്റെപ്സ് മാർക്ക്ഡ് ആസ് A, B and C. ഓക്കെ. അപ്പം പറഞ്ഞിട്ടുണ്ട് ഒരു പാരൻറ്റേജിൻ്റെ പ്രശ്നം വന്നപ്പോൾ കോർട്ട് എന്ത് ചെയ്തു, പോയി എന്ത് ചെയ്യാൻ പറഞ്ഞു, ഒരു ടെസ്റ്റ് നടത്തി ബയോളജിക്കൽ ഫാദർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് എയും ബിയും സിയും കണ്ടെത്താൻ പറഞ്ഞേക്കുക. പക്ഷേ ആരും എന്ത് ചെയ്യരുത്, ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു നോക്കാതെ എഴുതാനായിട്ട് പോകരുത്. ഐഡൻറ്റിഫൈ ദ ടെസ്റ്റ് എന്നും കൂടെ ഉണ്ട് അല്ലേ. ഏതാണ് ആ ടെസ്റ്റ്, ആദ്യം ഇത് ഏതാ ടെസ്റ്റ് എന്ന് നമുക്ക് ഓർമ്മ വരണം. ഏതാ ടെസ്റ്റ്, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് വായിച്ചു നോക്കാം. തന്നിട്ടില്ല, ബി ഇല്ല, സി ഇല്ല. DNA കട്ട് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. ഓക്കെ. അപ്പോൾ DNA എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ DNA കിട്ടിയോ? ഇല്ല. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്. നമുക്ക് ഐഡിയ കിട്ടുന്നുണ്ടല്ലേ. ഡിറ്റക്ഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി. ഏതാ ഈ സാധനം തന്നേക്കുന്നത്? ഓഫ് കോഴ്സ് നമ്മുടെ DNA പാറ്റേണിറ്റി ടെസ്റ്റ് ആണ്. അപ്പം ആദ്യം ഞാൻ ബി തന്നെ പറയാം. നമ്മുടെ ബി പറയാണ്. ഓക്കെ. DNA ടെസ്റ്റ് ഏതാണെന്ന് ആദ്യം പറയുന്നത് DNA പാറ്റേണിറ്റി ടെസ്റ്റ്. DNA പാറ്റേണിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് എഴുതിയവർക്ക് മാർക്ക് കിട്ടും. DNA ഫിംഗർ പ്രിൻറ്റിങ്. നമ്മളെ ചാപ്റ്ററിലുള്ളത് DNA ഫിംഗർ പ്രിൻറ്റിങ് എന്നാണ്. ഇത് എഴുതുന്നവർക്കാണ് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. DNA പാറ്റേണിറ്റി ടെസ്റ്റ് എഴുതിയത് വെട്ടിക്കളഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ക്വസ്റ്റ്യൻ എന്താ പറയുക, കീടകത്ത് എന്തായിരിക്കും കിടക്കുന്നത്, DNA ഫിംഗർ പ്രിൻറ്റിങ്. ബിക്കോസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് എന്താണ്, DNA ഫിംഗർ പ്രിൻറ്റിങ് ആണ്. സോ ആൻസർ ബി എന്താണ്, ടെസ്റ്റ് നമ്മൾ കൺഫേം ചെയ്തു, DNA ഫിംഗർ പ്രിൻറ്റിങ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ടെസ്റ്റ് ആദ്യം എന്ത് ചെയ്യുക, DNA ഐസൊലേറ്റ് ചെയ്തെടുക്കുക. ഫസ്റ്റ് നമ്മൾ എയിൽ എന്താ ചെയ്യാൻ പോണത്, നമ്മുടെ DNA ഐസൊലേഷൻ. DNA എന്ത് ചെയ്തു, ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ കട്ട് ചെയ്തു. ദെൻ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്. ദെൻ നമ്മൾ എന്തിനു പോകും, ബ്ലോട്ടിങ്ങിന് പോകും അല്ലേ. ബ്ലോട്ടിങ് ഇൻറ്റു നൈട്രോസെല്ലോസ് മെംബ്രെയിൻ അല്ലെങ്കിൽ നൈലോൺ മെംബ്രെയിൻ. ബ്ലോട്ടിങ് ഇൻറ്റു നൈട്രോസെല്ലോസ് മെംബ്രെയിൻ. ദെൻ നമ്മളതിനെ എന്ത് ചെയ്യുന്നു, ഹൈബ്രിഡൈസേഷൻ കൊണ്ടുപോകുന്നു. ഇത്രയെങ്കിലും മിനിമം ഹൈബ്രിഡൈസേഷൻ, മിനിമം ഇത്രയെങ്കിലും എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ ആണോ? അപ്പോൾ ടെസ്റ്റ് എന്താണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് എന്ന് എടുത്ത് പറഞ്ഞു. ഈ സ്റ്റെപ്സിൻ്റെ ആ ഒരു വേർഡ്സ് എങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇച്ചിരി എലാബറേറ്റ് ചെയ്ത് എഴുതുന്നതാണ് ഇപ്പോഴും വൃത്തി അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ മാർക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യണ്ടേ. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ എഴുതേണ്ടിരുന്നത്, ഐസൊലേഷൻ ഓഫ് DNA എന്ന് എയിലും, നാലാമത് ഇവിടെ നമ്മുടെ നാലാമത് ബിയിൽ ബ്ലോട്ടിങ് ഇൻറ്റു നൈട്രോസെല്ലോസ് അഥവാ നൈലോൺ മെംബ്രെയിൻ. ബ്ലോട്ടിങ് ഇൻറ്റു ദാറ്റ് മെംബ്രെയിൻ. ഓക്കെ, നൈട്രോസെല്ലോസ് മെംബ്രെയിൻ. ദെൻ ഹൈബ്രിഡൈസേഷൻ യൂസിങ് VNTR പ്രോബ്സ്. ആ VNTR പ്രോബ്സിന് ഉറപ്പായിട്ട് ഒരു പ്രയോറിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ VNTR പ്രോബ്സ് എന്ന് പറഞ്ഞില്ലേ, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ VNTR പ്രോബ്സിന് എന്തുണ്ട്, ഒരു പ്രയോറിറ്റി ഉണ്ട്, എഴുതണം. ഓക്കെ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ഇവല്യൂഷൻ ഈസ് എ ഡീവിയേഷൻ ഫ്രം ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ആരെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു, ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിളിനെ. ഓക്കെ, ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഹാർഡി-വെയിൻബെർഗ് പ്രിൻസിപ്പിൾ. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? പഠിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞായിരുന്നു. എന്താണ്, നമ്മുടെ A+B ദ ഹോൾ സ്ക്വയർ അങ്ങോട്ട് എഴുതുന്ന പോലെ എഴുതുക. അപ്പം നമുക്ക് നോക്കാം. P² + 2PQ + Q². എന്താ അവിടെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മെൻഷൻ എനി 4 ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് ഇക്വിലിബ്രിയം. അപ്പം നമ്മുടെ ഹാർഡി-വെയിൻബെർഗ് ഇക്വിലിബ്രിയം കുറേ പോയിന്റ്സ് പഠിച്ചു. ഏതെങ്കിലും എഴുതിയാൽ മതി, എല്ലാം ഒന്നും എഴുതി വെക്കേണ്ട. ചോദിച്ചിരിക്കുന്നത് 4 ഫാക്ടേഴ്സ്.
നമുക്ക് ജീൻ മ്യൂട്ടേഷൻ എഴുതാം, ജനറ്റിക് ഡ്രിഫ്റ്റ് എഴുതാം. ഓക്കെ, ദെൻ റീകോമ്പിനേഷൻ എഴുതാം. നമ്മുടെ ഒരു പ്രോപ്പർ ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യാവുന്ന ഫാക്ടേഴ്സ് അല്ലേ. അപ്പോൾ നമ്മുടെ ജീൻ മ്യൂട്ടേഷൻ ഉണ്ട്, ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ട്, റീകോമ്പിനേഷൻ ഉണ്ട്, ജീൻ ഫ്ലോ ഉണ്ട്, നാച്ചുറൽ സെലക്ഷൻ ഉണ്ട്. അപ്പോൾ മെൻഷൻ എനി 4 ഫാക്ടേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏതെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് എല്ലാവരും ആ ഇക്വേഷൻ p² അല്ലേ, p² പ്ലസ് 2pq പ്ലസ് q². ഹാർഡി വെയിൻബർഗ് എന്ന് കേട്ടോ, ഏതോ ഓർത്തോളാം, a+b² അല്ലേ, p² പ്ലസ് 2pq പ്ലസ് q². ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ 1, 2, 3, 4, 5 എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു 4 എണ്ണം നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു 4 എണ്ണം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 17 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 17 മുതൽ 20 വരെ മാർക്ക് മാറി. 3 മാർക്ക് ഇച്ചിരി കട്ടി ഏരിയയിലോട്ട് പോവാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ലേ, ഇക്വേഷൻ എഴുതണം, അതിനെ അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഏതെങ്കിലും 4 എണ്ണം. ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് വിത്ത് സിംറ്റംസ് ലൈക്ക് കോൺസ്റ്റിപ്പേഷൻ, അബ്ഡോമിനൽ പെയിൻ, ക്രാംസ്, സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ് കൺസൾട്ടഡ് എ ഡോക്ടർ. സിംറ്റംസും പറഞ്ഞിട്ടുണ്ട്, പുള്ളി എവിടെ പോയി കണ്ടു, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഐഡന്റിഫൈ ദ ഡിസീസ് 1 മാർക്ക്. നൈം ദ പാത്തജൻ 1 മാർക്ക്. വാട്ട് ഈസ് ഇറ്റ്സ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പറഞ്ഞില്ലേ ചെറിയൊരു ചുമയുണ്ട്, വയ്യായികയുണ്ട്, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ ചുമ്മാ കയറി എഴുതാൻ പറ്റില്ല. എന്താണ്, സിംറ്റംസ് എല്ലാം കണ്ടിട്ട് ഇത് ഏതാണ് അസുഖം എന്ന് ആദ്യം കണ്ടുപിടിക്കണം, എന്നാലേ ബാക്കി 2 പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, നമുക്കറിയാവുന്ന ഒരു അസുഖത വരുവാണ്. അപ്പോൾ എന്താ, നമ്മുടെ മെയിൻ ആൾ ഇവിടെ കിടക്കുന്നു, ക്രാംസ് അല്ലേ, ഏതാണ് വന്നത്, നമ്മുടെ ക്രാംസ്. പിന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് ഏരിയ എന്താവും, ഭയങ്കര ടെൻഡർ ആവും. ദെൻ വരുന്നത് സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആരെ കിട്ടുന്നു, നമ്മുടെ അസുഖം കിട്ടുന്നു. പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ എത്തി. ഐഡന്റിഫൈ ദ ഡിസീസ്, ഏതാണത്, അമീബിയാസിസ്. ആരൊക്കെ എഴുതി, ആരൊക്കെ എഴുതിയില്ല, ഒന്ന് ആലോചിക്കേ. എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല? ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഡിസീസിൽ എവിടെയൊക്കെയോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം സിമ്പിളായിട്ട് ആ പോയിന്റ് ഉണ്ട്, സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ്. അപ്പോൾ അസുഖം ഏതാണ്, അമീബിയാസിസ്. ഓക്കെ, നെക്സ്റ്റ്, നൈം ദ പാത്തജൻ. ഏതാണത്, ഒരു പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. അതെന്താണ്, സയന്റിഫിക് നെയിം എഴുതണം അല്ലേ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻഡമീബ വന്നോ, എല്ലാം വന്നോ, അമീബ. ഓ മൈ ഗോഡ്, തെറ്റിപ്പോ അല്ലേ. എഴുതിയോ? പ്രോട്ടോസോവൻ ഡിസീസ് ആണ്, എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക ആണ് നമ്മുടെ അമീബിയാസിസ് എന്നാണ് അസുഖത്തിന്റെ പേര്. ദെൻ നോക്കുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് പകരുന്നത്? ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഇത്രയും എഴുതണേന് എന്തിനാ 3 മാർക്കെന്ന് സംശയം വരും. അങ്ങനെ സംശയം വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ് വരാത്തത്? നമ്മുടെ ഫസ്റ്റ് നോക്കുക, ഒരു സിംറ്റം വെച്ചിട്ട് അസുഖം ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. ആ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. 1 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാലേ ഈ ബാക്കി 2 കഥ എഴുതാൻ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. സോ ഈ 3 ക്വസ്റ്റിനും കൂടെ 3 മാർക്ക്. ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫുൾ ഏരിയയും കവർ ചെയ്ത് പഠിച്ചവർക്ക് ഇത് എന്തായാലും എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ചുമ്മാ എഴുതാൻ പറ്റുമോ? ഇല്ല. ഇതൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണല്ലേ. എത്ര പേര് ഇത് അറ്റൻഡ് ചെയ്തു? അറ്റൻഡ് ചെയ്തവർക്ക് എന്ത് ചെയ്യാം, അഭിമാനിക്കാം. നന്നായിട്ടാണ് ഞാൻ പോർഷൻസ് എന്ത് ചെയ്തിരിക്കുന്നതെന്ന് പറയാം, കവർ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഓക്കെ, നമ്മുടെ 19th ക്വസ്റ്റ്യൻ, ഹോപ്പ് റൗണ്ട്സിൻ്റെ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇത്രയും മാർക്കിന് ചോദിക്കും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മുടെ പാറ്റേൺ ഇവിടെ ഉണ്ടേ, ഫിഗർ തന്നിട്ടുണ്ട്. വാട്ട് ഡു ദ ലെറ്റേഴ്സ് പി, ഐ ആൻഡ് ഒ ഇൻ ദ ഡയഗ്രാം റെപ്രസെൻസ്. ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായി, പക്ഷേ സിമ്പിളാണ് അല്ലേ. എന്താണ് പി എന്ന് പറയുന്നത്? നമ്മുടെ പി എന്ന് പറയുന്നത് പ്രൊമോട്ടറാണ്. ഓക്കെ, ഒ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. അടുത്തത് ഐ എന്ന് പറയുന്നത്
ഇൻഹിബിറ്റർ ആണ്. ആ അല്ലെങ്കിൽ റെഗുലേറ്ററി ജീൻ എന്ന് പറയാം അല്ലേ, നമ്മുടെ റെഗുലേറ്ററി ജീൻ. അപ്പോൾ പി ഐ ഒ, പി എന്ന് പറയുന്നത് പ്രൊമോട്ടർ, ഒ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ, ഐ എന്ന് പറയുന്നത് ഇൻഹിബിറ്ററി ജീൻ അല്ലെങ്കിൽ റെഗുലേറ്ററി ജീനാണ്. എഴുതിയിട്ട് അത് എഴുതാൻ പറ്റും, പ്രശ്നമില്ല. നെയിം ദ ഇൻഡ്യൂസർ ഇൻ ദിസ് ഓപ്പറോൺ. ആരാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ലാക്ക് ഓപ്പറോൺ പഠിച്ചത്? എന്താണ് തന്നിരിക്കുന്നത്? ലാക്ക് ഓപ്പറോണിന്റെ റീസൺ ഡീറ്റെയിൽസ് ഉള്ള ഫിഗറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് ആ ആൻസർ നിങ്ങൾ എഴുതി കാണും, ലാക്ടോസ്. പക്ഷേ ഈ പറയുന്ന ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഓപ്പറോൺ മോഡൽ അത് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ, നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജേക്കബ് ആൻഡ് മൊണോഡ്. എത്ര പേര് ഈ ആൻസർ എഴുതി? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തില്ല, അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഓപ്പറോൺ മോഡൽ എന്നുള്ള കാര്യം നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിയില്ല. സോ ഈ ക്വസ്റ്റ്യൻ ജേക്കബ് ആൻഡ് മൊണോഡ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അറിഞ്ഞ ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, DNA ഫിംഗർ പ്രിൻറ്റിങ് പഠിക്കുമ്പോഴും നമ്മൾ ആരെന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റുകളുടെ പേരുകൾക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ജേക്കബ് ആൻഡ് മൊണോഡ് തറവാക്കി വയ്ക്കുക. എന്തിനാ, ഇനിയൊരു എക്സാം ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കറക്കിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ജേക്കബ് ആൻഡ് മൊണോഡ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വയ്ക്കുക, സയൻറ്റിസ്റ്റിൻ്റെ പേര് പഠിക്കുക. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ 20th ക്വസ്റ്റ്യൻ. നമ്മൾ റെവല്യൂഷൻ പഠിച്ചപ്പോൾ എന്താണ്, ഓരോരുത്തരുടെയും പേര് റിപ്പീറ്റ് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പേരൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ഇങ്ങനെ ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയും ചോദിക്കാമെന്നും ക്വസ്റ്റ്യൻ പാറ്റേണിലൂടെ മനസ്സിലായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എ ലിസ്റ്റ് ഓഫ് ഹ്യൂമൻ ആൻസസ്റ്റേഴ്സ് ഇസ് ഗിവൺ, പിക്ക് ഔട്ട് ദ കറക്റ്റ് ഓൺ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. കുറേ എണ്ണം തന്നിട്ടുണ്ട്, ഇവിടെ അതിന് കുറേ നോട്ട്സും തന്നിട്ടുണ്ട്. അതിലേതാണോ ഇതിന് ചേരുന്നത് അവരെടുത്ത് വെച്ച് എഴുതുക, അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ബറീഡ് ദ ഡെഡ്. ബറീഡ് ദ ഡെഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ആരാണ്? ഓഫ് കോഴ്സ് നമ്മുടെ നിയാൻഡർതൽ മാൻസ് ആണ് അല്ലേ, അവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ബറീഡ് ദ ഡെഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ. അടുത്തത് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ബീങ് വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc. എന്താണ് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ബീങ്? ആരായിരുന്നു? നമ്മുടെ ഹോമോ ഹാബിലിസ്. എവിടെ കിടക്കുന്നു? ഹോമോ ഹാബിലിസ്. 100 വിത്ത് സ്റ്റോൺ വെപ്പേഴ്സ്. അതാരായിരുന്നു? അത് നമുക്കറിയാവുന്ന, ആകെ നേരെ നമുക്കറിയാവുന്നൊരു കാര്യം. ആരാണ്? ഓസ്ട്രലോപിത്തേക്കസ് അല്ലേ. ദെൻ ലീവ്ഡ് 1.5 million years ആൻഡ് 8 മീറ്റ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ നമ്മുടെ ഹോമോ ഇറക്ടസ്. ABCD. ദെൻ മോർ മാൻ ലൈക്ക് പ്രൈമേറ്റ്. അത് പഠിക്കാൻ എളുപ്പം നമ്മളന്ന് പറഞ്ഞായിരുന്നു. മോർ മാൻ ആരാണ്? രാമൻ എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എന്താണ് മോർ മാൻ എന്ന് പറയുമ്പോൾ ഈ രാമാപിത്തേക്കസ് അല്ലേ, രാമൻ ഒരു മനുഷ്യനാണ്, അത് കൂടുതൽ മനുഷ്യനെ പോലെ ഇരിക്കുകയാണ്. മോർ മാൻ ലൈക്ക് പ്രൈമേറ്റ് രാമാപിത്തേക്കസ്. ദെൻ വരുന്നത് മോർ ഏപ്പ് ലൈക്ക് പ്രൈമേറ്റ്. മോർ ഏപ്പ് ലൈക്ക്, ഒരുപാടങ്ങ് ഏപ്പിനെ പോലെ ഇരിക്കുക. ഡ്രൈ ലാൻഡ് അല്ലേ, ഡ്രൈ ഒന്നുമില്ല, മനുഷ്യനിലേക്ക് എത്തിയോ ഇല്ല. അപ്പോൾ ആരായത്? എഫ് എന്ന് പറയുന്നത് ഡ്രയോ പിത്തേക്കസ്. നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാം കൂടെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ അല്ലാണ്ട് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് ഈ പറയുന്ന സെഷൻ. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. എ നിയാൻഡർതൽ മാൻ, ബി ഹോമോ ഹാബിലിസ്, ദെൻ ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഇറക്ടസ്, രാമപിത്തേക്കസ്, ഡ്രയോപിത്തേക്കസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫുൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ക്രിസ്മസ് എക്സാം കഴിഞ്ഞു അങ്ങ് മാറ്റി വെച്ചേക്കാന്നാണോ? അല്ല, ഇനി നമുക്ക് എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഫൈനൽ എക്സാംസ് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ഓൺ ചെയ്ത് കയ്യിൽ വെച്ചേക്കുക. കിട്ടുന്ന പോയിന്റ്സിൻ്റെ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയവരുണ്ടാവും, പഠിച്ചിട്ടും അയ്യോ മറന്നുപോയി, അല്ലെങ്കിൽ ആ സമയമായപ്പോൾ പേര് ഓർമ്മ വന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന് വിഷമിക്കുന്നവരുണ്ടാവും. അതൊക്കെ മാറ്റി വെച്ച് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നന്നായിട്ട് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യുക. ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നന്നായിട്ട് 2 റൗണ്ട് വായിച്ച് ഇതിൻ്റെ ആൻസർ എല്ലാം കണ്ടുപിടിച്ച് വെച്ചേക്കണം. കാരണം ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഒരു തവണ ചോദിച്ചു, ഉറപ്പായിട്ടും ചോദിക്കാം. പിന്നെ ഫൈനൽ എക്സാം ആയതുകൊണ്ട് വേറെയും ക്വസ്റ്റ്യൻസ് വരും. ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇത് ചോദിക്കുമ്പോൾ നല്ല പറയണത്, ഇനിയും ക്വസ്റ്റ്യൻസ് വരും. വിത്ത് ഇതിന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതേപോലെയൊക്കെയുള്ള പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഫൈനൽ എക്സാമിൻ്റെ നമ്മുടെ ക്രാഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം കറക്റ്റായിട്ട് ആദ്യം ക്ലാസ് കാണുക, നോട്ട്സ് ഉണ്ടാക്കുക. നോട്ട്സിൻ്റെ കൂടെ PYQ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എഴുതി വയ്ക്കുക. MCQ പറയും, അത് ആഡ് ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം ക്ലബ് ചെയ്ത് ഒരു വലിച്ച് വാരി എഴുതിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു ചാപ്റ്ററിന് ഒരു 3-4 പേജിലെ നോട്ട്സ്, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് റിവിഷനൊക്കെ എങ്ങേറ്റം പോലെ 2 പേജ് കൂടുതലൊന്നും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ക്രിസ്പി ആയിട്ട് നോട്ടുണ്ടാക്കി വയ്ക്കുക, കുഞ്ഞു നോട്ടുണ്ടാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ
ക്രിസ്മസ് എക്സാമിന് 30 മാർക്കും കിട്ടിയ എല്ലാവർക്കും എൻ്റെ എല്ലാ കൺഗ്രാജുലേഷൻസും പറയുകയാണ്. അപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി, ഒരു 29, 28, 27 റേഞ്ചിലോട്ടൊക്കെ പോയവരുണ്ടാവും. അവരെന്ത് ചെയ്യുക, അടുത്തവണ 30 ആക്കാൻ ശ്രമിക്കുക. ഒരുപാട് പിന്നിലായിട്ട് പോയിട്ടുള്ള ആരും ഉണ്ടാവില്ല, ബിക്കോസ് ഈ പരീക്ഷ അത്ര എളുപ്പമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുള്ളവർ എന്ത് ചെയ്യുക, മാർക്ക് കുറഞ്ഞു പോയവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഫൈനൽ എക്സാംസിന് അറ്റൻഡ് ചെയ്യുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു.